നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ചോർന്നതിലെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് കൈമാറണമെന്ന് ഹൈക്കോടതി. റിപ്പോർട്ട് രഹസ്യരേഖയല്ലെന്ന് നിരീക്ഷിച്ചാണ് ഉത്തരവ്. കേസിലെ 8-ാം പ്രതി ദിലീപിന്റെ എതിർപ്പ് തള്ളിയാണ് തീരുമാനം. കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ 3 തവണ മെമ്മറി കാർഡ് പരിശോധിച്ചെന്ന വാർത്ത റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത്. അതിജീവിത നൽകിയ അപ്പീൽ അംഗീകരിച്ചാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. മെമ്മറി കാർഡ് പരിശോധിച്ചതിലെ അന്വേഷണ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് ലഭ്യമാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അന്വേഷണ റിപ്പോർട്ട് രഹസ്യരേഖയായി കണക്കാക്കുന്നില്ലെന്നായിരുന്നു ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ പരാമർശം. ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിനും വിലക്കില്ല. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നായിരുന്നു കേസിലെ 8-ാം പ്രതി ദിലീപിന്റെ അഭിഭാഷകന്റെ വാദം. എന്നാൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ ദിലീപ് എതിർക്കുന്നത് എന്തിനെന്ന് അതിജീവിതയുടെ അഭിഭാഷകൻ ചോദിച്ചു. അതിന് മറുപടിയില്ല. തുടർന്നായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ തീരുമാനം. കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസിന്റെ സുപ്രധാന തെളിവാണ് മെമ്മറി കാർഡ്. വിചാരണ കോടതിയുടെയും മജിസ്ട്രേറ്റ് കോടതിയുടെയും കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡ് 3 തവണ പരിശോധിക്കപ്പെട്ടു. നിയമവിരുദ്ധമായി മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടുവെന്ന വാർത്ത റിപ്പോർട്ടർ TV ആദ്യം പുറത്തുവിട്ടു. റിപ്പോർട്ടർ TVയുടെ വാർത്ത സ്ഥിരീകരിക്കുന്നതായിരുന്നു തിരുവനന്തപുരം റീജിയണൽ ഫോറൻസിക് ലാബിലെ പരിശോധനാ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പുറത്തുവിടാനാവില്ലെന്നായിരുന്നു സെഷൻസ് കോടതിയുടെ തീരുമാനം. ഇതിനെതിരെയാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചതും അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ ഹൈക്കോടതി ഉത്തരവിട്ടതും. റിപ്പോർട്ടർ ശ്യാം ദേവരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.